Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിറക്കിയ ഒന്നാം വിള നെൽകൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി. 7 ഏക്കറിലാണ് ഇവിടെ ഒന്നാം വിള നെൽകൃഷി നടപ്പിലാക്കിയത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഇവിടെ ഒന്നാം വിള നടപ്പാക്കുന്നത്. 15 വർഷത്തിനു ശേഷമാണ് വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിൽ ഇത്തവണ ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത്. 37 ഏക്കറിൽ വരുന്ന പാടശേഖരത്ത് 7 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള ഇറക്കിയത്. ഇതിലെ വിളവെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. പന്നിശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് മികച്ച വിളവ് ലഭിച്ചുവെന്ന് കർഷകൻ കെ രാജേഷ് പറഞ്ഞു. ഒന്നാം വിള കൊയ്യാനായിട്ട് മാത്രമായിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഇറക്കിയതാണ്. അവരെ വണ്ടി വിളിച്ചു വരുത്തിയതാണ്. കൃഷിഭവനിൽ വണ്ടിയൊന്നുമില്ല. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആശ്രയിക്കുക തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാം വിള ഇനി തുടങ്ങണമെന്നുണ്ട്. ഇനി ഇത് കൊടുത്തിട്ട് അടുത്ത ഫണ്ടൊക്കെ കിട്ടിയിട്ട് വേണം. കയ്യിലിപ്പോൾ ഫണ്ടൊന്നുമില്ല. എന്നാലും ചെയ്യണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം വിളയ്ക്ക് ഞാറ് വാവാൻ നമ്മൾ കണ്ടം റെഡിയാക്കിയിട്ടിട്ടുണ്ട്. നാളെ ഞാറ് വാവുകയാണ്. നടാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. നെല്ല് അല്ലെങ്കിൽ പുറത്ത് കൊടുത്തിട്ടെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കർഷകരായ രാജേഷ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത്. ജ്യോതി നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മഴ വിട്ടുനിന്ന സാഹചര്യത്തിലാണ് തൃശ്ശൂരിൽ നിന്നും എത്തിച്ച കൊയ്ത്തുമെതി യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. 1 മണിക്കൂറിന് 2400 രൂപയാണ് ഇതിനായി വാങ്ങുന്നത്. പാടശേഖരത്തിലെ 37 ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികളും തുടങ്ങി. തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് തന്നെയാണ് ഇവിടത്തെയും പ്രധാന പ്രശ്നം. ജലസേചനത്തിന് ശാശ്വതമായ പരിഹാരങ്ങളില്ലാത്തതും കർഷകരെ അലട്ടുന്നുണ്ട്.